ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തിയിട്ട് ഊണില്ലാന്ന് പറയുന്ന സ്ഥിതിയായത്. നിങ്ങൾ കരുതുന്നത് പോലെയൊന്നും ആവില്ല സത്യം. ഗിരിയും പാറുവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഇഷ്ടം അവര് തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ പാർവതി എന്നോട് പറഞ്ഞില്ലെങ്കിലും ഗിരി എന്നോട് പറയുമായിരുന്നു. അത് വെറുതെ നിങ്ങൾക്ക് എല്ലാം അറിയാം, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നടിക്കുക. അവര് തമ്മിൽ ഇഷ്ടത്തിലല്ലായിരുന്നുവെങ്കില് രണ്ടാളും കൂടെ പിന്നെ എങ്ങോട്ട് പോയി അത് പറ. ഒരുപക്ഷെ കൂടുതൽ പഠിക്കാനും ജോലി ചെയ്യാനും വേണ്ടി അവള് ഗിരിയെ കൂട്ടുപിടിച്ച് പട്ടണത്തിലേക്ക് തിരികെ പോയതായിരിക്കുമോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം ഇല്ലേ? പറയ് സൗഭാഗ്യേ, അവർ രണ്ടുപേരും കൂടെ എങ്ങോട്ടാ പോയത്? അവരെവിടെ പോയാലും ശരി, അവനെ തല്ലിക്കൊന്നിട്ട് പാറുവിനെ ഞാനിവിടെ കൊണ്ടുവരും. എന്നിട്ട് ഇന്ദ്രന്റെയും പാറുവിന്റെ കല്യാണം ഇവിടെ ഈ മണ്ഡപത്തിൽ വെച്ച് ഞാൻ നടത്തും. എന്റെ പട്ടിക്ക് പോലും വേണ്ട ഇനി നിന്റെ പെങ്ങളെ. ഇന്ന് രാവിലെ വരെ നിന്റെ പെങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കതില്ല. ഇല്ല, എന്റെ പെണ്ണ് എന്റെ പെണ്ണായിരിക്കും, എന്റെ മാത്രം പെണ്ണ്. വല്ലവന്റെയും കൂടി ഒളിച്ചോടിയ പെണ്ണിനെ എനിക്ക് വേണ്ട. പത്മനാഭ സാറേ, നിങ്ങൾ വല്യമായി പറയായിരുന്നല്ലോ ഗിരി നിങ്ങളെ വളർത്തുന്നതായാണെന്ന്. എന്നാ കേട്ടോ, ആ വളർത്തുനായ തന്നെയാ നിങ്ങളുടെ കൈ കടിച്ചത്. ഇന്ദ്രൻ പറഞ്ഞത് ശരിയാ, ഗിരി തന്നെയാ പാർവതിയും കൊണ്ട് ഒളിച്ചോടിയത്. ഇന്ന് വെളുപ്പിന് രണ്ടിനെയും കൂടി ഞങ്ങളുടെ നാട്ടിലെ SIയും പോലീസുകാരും കാണുകയും ചെയ്തു. ആ SI എന്നെ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. ഇന്ദ്രൻ വിവാഹം കഴിക്കാൻ പോണ പെണ്ണാണെന്നറിഞ്ഞ് അവർ അവരെ പൊക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ഇപ്പൊ എല്ലാം വ്യക്തമായല്ലോ, ഇനി ആർക്കൊന്നും പറയാനില്ലല്ലോ. എടോ പടനിലത്ത് പത്മനാഭ, വാക്കിന് വിലയില്ലാത്ത നട്ടലില്ലാത്ത നീ ഞങ്ങളോട് കാണിച്ചത് ചതിയാണ്. ഗിരിയും പാറും ഇനി കരുനീലിക്കാവിലേക്ക് തിരികെ വരാതിരിക്കുന്നതാണ് നല്ലത്. വന്നാൽ പത്മനാഭൻ അവർ ജീവനോട് വെച്ചേക്കില്ല. അത്രയ്ക്ക് അപമാനമല്ലേ അയാൾ അനുഭവിച്ചത്. അയാൾ ഒരിക്കലും ഗിരിയോടും പാറുവിനോടും പൊറുക്കില്ല. ശങ്കര, എനിക്കറിയില്ല. അവരെനിക്ക് ഇപ്പൊ കിട്ടണം. പറയടാ, പറയ്, അവരവളെ കൂട്ടി എങ്ങോട്ടാ പോയേ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. നീ പറയും, നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. എനിക്കറിയത്തില്ല. എന്നെ തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ. എത്ര തല്ലിയാലും എനിക്കറിയാവുന്നല്ലേ പറയാനാവും. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ ഇങ്ങനെ ഒളിച്ചോടുന്നോ എനിക്ക് ഒരറിവില്ലായിരുന്നു. അല്ലെങ്കിലും നിനക്ക് ഒന്നിനെ കുറിച്ചും ഒരു കാര്യത്തും ഒരറിവും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് നിന്റെ ഭാര്യ ശാന്തിക്കാരനോടൊപ്പം തിരുവാഭരണം മോഷ്ടിച്ച് ഒളിച്ചോടിയപ്പോഴും ഇത് തന്നെയായിരുന്നില്ല നിന്റെ അവസ്ഥ.
അന്ന് അതിന്റെ പേരിൽ നാട്ടുകാര് നിന്നെ നിന്റെ മക്കളെ അടിച്ചോടിക്കാൻ നോക്കിയപ്പോ നിന്നെയൊക്കെ രക്ഷിച്ച് ചേർത്ത് പിടിച്ചത് എന്റെ തെറ്റാ. അതുകൊണ്ട് മാത്രമാ ഇന്ന് പടനിലത്ത് പത്മനാഭന് നാട്ടുകാരുടെ മുന്നിൽ നാണം കണ്ടേണ്ടി വന്നത്. എന്റെ കുടുംബക്കാരുടെ പരിഹാസവും കുത്തുവാക്കും കേൾക്കേണ്ടി വന്നത്. എല്ലാവരുടെയും മുന്നില് തല ഉരിച്ച് നിൽക്കേണ്ടി വന്നത്. പടനിലത്ത് പത്മനാഭന് ജീവിതത്തിൽ ആദ്യമായിട്ട് തോറ്റുപോയി. തോൽപ്പിച്ചു നിന്റെ മോൻ. അവനെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ നിന്റെ പിള്ളാടെ മുന്നിൽ വെച്ച് അവന്റെ കഴുത്ത് ഞാൻ അറക്കും. കഴുത്തറ്റ് ചോര വാർന്ന് പെടഞ്ഞ് ചാവണത് നീയും നിന്റെ മക്കളും കാണും. പത്മനാഭ, അവനൊന്നും ചെയ്യരുത്. അവനൊരു പാവമാണ്. എന്നാ പറ, അവൻ എവിടെയാ ഉള്ളത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയില്ല. നീ പറയണ്ട. അവനെ ഇവിടെ വരുത്താനുള്ള വഴി എനിക്കറിയാം. നീ ചത്തറിഞ്ഞ അവൻ വരുമല്ലോ. അവൻ വരും. നിനക്ക് അന്ത്യക്രിയകൾ ചെയ്യാൻ എവിടെ നിന്നിട്ടാണെങ്കിലും അവൻ വരും. അപ്പൊ നീ ചാവണം.